തോടുകൾ ഇല്ലാത്തടത്ത് തോട് വൃത്തിയാക്കി എന്ന രേഖയുണ്ടാക്കി കോടികൾ തട്ടിയത് വിജിലൻസ്. ഇത് എൻ്റെ അമ്പോ, ഇത് മാഫിയകൾ വിഹരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ സംശയിക്കപ്പെടേണ്ടതാണ്. വള്ളത്തോൾ ജംഗ്ഷൻ കഴിഞ്ഞാൽ കൈപ്പടമോകൾ തൊട്ട് തോഷിബ ജംഗ്ഷൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും മാലിന്യ കുന്നുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാറിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. എൻ്റെ അഭിപ്രായത്തിൽ 10,000 പന്നികളെ കൊണ്ടൊന്ന് വളർത്താൻ പറ്റും അവിടെ. തന്നെത്താൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഓണത്തിന് കൗൺസിലർമാർക്ക് പണക്കിഴി കൊടുത്ത് കാക്കര മുനിസിപ്പാലിറ്റി നടക്കുന്ന വൻ കൊള്ളയാണ് നടക്കുന്നത്. അതിനകത്തൊന്നും രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ ലഘുലേഖകളുമായിട്ട് വീടുകളിൽ വരിക സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും താമസിക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ്. ഞാൻ തൃക്കാക്കരയിലെ വോട്ടറുമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു ലഘുലേഖ, CPM-ൻ്റെ ഒരു ലഘുലേഖ വീട്ടിലെത്തി. കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു ലഘുലേഖ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുന്നത്. എനിക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുക, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടാണ് തൃക്കാക്കര നിയോജക മണ്ഡലം കേരളത്തിൽ വളരെ പ്രശസ്തി നേടിയത്. അവിടുത്തെ MLA ആണെങ്കിൽ കോൺഗ്രസിൻ്റെ MLA ആണ്, എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ളൊരു MLA ആണ്. പക്ഷേ തൃക്കാക്കര മുനിസിപ്പാലിറ്റി നേരെ തിരിച്ചാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആണോ എന്നെനിക്ക് തോന്നുന്നു. എന്താണ് അഭിപ്രായം? തൃക്കാക്കര എന്ന് പറയുന്ന ഒരു സ്ഥലം, പ്രദേശം കേരളത്തിൽ എന്നല്ല ഏറ്റവും പ്രശസ്തമാവുന്നത് തൃക്കാക്കര അപ്പൻ കാരണമാണ്, ഉമാ തോമസ് കാരണമല്ല. തൃക്കാക്കര അപ്പൻ്റെ നാട്ടിൽ സമത്വത്തിൻ്റെ സന്ദേശം ഉയർത്തേണ്ടുന്ന ഒരു നാട്ടിൽ, മാവേലിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിൽ ഏറ്റവും ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ, കേരളത്തിൽ ഏറ്റവും അധികം റവന്യൂ ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി ആണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് കേരളത്തിലെ കോർപ്പറേഷനുകൾക്ക് കിട്ടുന്ന തനത് ഫണ്ട് അവരുടെ ഓൺ ഫണ്ട് പോലെ തന്നെ സ്വന്തം നിലയ്ക്ക് ഫണ്ട് കിട്ടാവുന്ന, സമാഹരിക്കാവുന്ന ഒരു മുനിസിപ്പാലിറ്റി. പക്ഷേ ടാക്സ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നതിൽ, ബാക്കിയുള്ളതിൽ സേവനം കൊടുക്കുന്നതിലും ചെയ്യേണ്ട പണി ചെയ്യുന്നതിലും ബാക്കിയുള്ളവരൊന്ന് പിരിക്കേണ്ടത് പിരിക്കുന്നതിലും എല്ലാം വിലോപം കാണിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി. കാരണം കേരളത്തിലെ ഏറ്റവും അധികം ഫ്ലാറ്റുകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി. രാജൻ ഭായി, ഇതിനകത്ത് പറയുന്ന 1-2 പോയിന്റുകളുണ്ട്. ഓണത്തിന് കൗൺസിലർമാർക്ക് നൽകിയ പണക്കിഴി വിവാദം സത്യമാണ്. അതുകൂടാണ്ട് ഓണം ആഘോഷം നടത്തിയ അതെന്തോ ആയിക്കോട്ടെ, എൻ്റെ മൃതശരീരത്തിൽ റീത്ത് വെക്കരുത്, പൂവെടുത്തത് എന്ന് പറഞ്ഞ് അന്തരിച്ച PT തോമസ് MLA-യുടെ മരണാനന്തര ചടങ്ങുകളിൽ പൂവ് ഭക്ഷണം വാങ്ങിയ ഇനത്തിന് 4 ലക്ഷം രൂപയുടെ കളവ്. അതൊക്കെ കുറച്ച് PT തോമസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതൊക്കെ കുറച്ച് തന്നെയാണ്. പാവങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ്, അത് രാഷ്ട്രീയ ആരോപണമായിട്ട് കാണാം. തോടുകൾ ഇല്ലാത്തടത്ത് തോട് വൃത്തിയാക്കി എന്ന രേഖയുണ്ടാക്കി കോടികൾ തട്ടിയത് വിജിലൻസ്. ഇത് എൻ്റെ അമ്പോ, ഇത് നിസ്സാരമൊന്നും അല്ല. ഇത് ഭയങ്കര വലിയൊരു കൊള്ള തന്നെയാണ്. ഒരുപാട് വിജിലൻസ് കേസുകൾ തന്നെ കുറേയധികം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണിത്. ഏതൊക്കെയായാലും ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ ഇപ്പോഴെങ്കിലും CPM സമരം ചെയ്യാൻ. അല്ല, അത് മാത്രമല്ല, ഇത്രയധികം മാഫിയകൾ വിഹരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ സംശയിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ പോലും കേൾക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു കാക്കനാട് എന്ന് പറയുന്ന ഒരു പ്രദേശവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എടപ്പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളും ബാക്കിയും എല്ലാം കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റാത്തൊരു MLA അവിടെ ഇരിക്കുക. അതിരിക്കുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തുണ്ട്. പക്ഷേ ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസത്തിൻ്റെ എല്ലാ പുഴുക്കുത്തുകളും നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനും അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്താ വെച്ചാൽ, മുസ്ലിം ലീഗിന് താല്പര്യമില്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ അപ്പം ചവിട്ടി പുറത്താക്കാനുള്ള പണിയെടുക്കും. അപ്പോൾ കോൺഗ്രസ്സുകാരെ കുത്തിത്തിരിപ്പിക്കും. അപ്പോൾ ഈ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ അഴിച്ചുവിട്ട കാളയെ പോലെ ഒരു മുനിസിപ്പാലിറ്റി പോകുന്നത്, ഏറ്റവും സാധ്യതയുള്ള മുനിസിപ്പാലിറ്റി ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ളതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാവുന്ന ഒരു പശ്ചാത്തലം ഉള്ളതാണ്. കാരണം ഇവിടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലുള്ളവനുണ്ട്, കോബറ്റിലുള്ളവനുണ്ട്, ബാക്കിയുള്ള പ്രദേശത്തുള്ളവനുണ്ടൊക്കെ ഉണ്ട്. മറ്റു രാജ്യക്കാർ ഇവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ജില്ലാ കളക്ടറേറ്റ് നിൽക്കുന്നത് തൃക്കാക്കരയ്ക്കകത്താണ് നിൽക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുള്ളത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിനോട് തൊട്ട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ചിറ്റിലപ്പള്ളി സ്ക്വയർ പോലെയുള്ള വലിയൊരു പാർക്ക് നിൽക്കുന്നത് ഇവിടെയാണ്. ഇൻഫോ പാർക്ക് നിൽക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇൻഫോ പാർക്ക് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും മെട്രോയുടെ കുറേ ഭാഗങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന അങ്ങനെയൊക്കെയുള്ള അത് അങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ സ്വന്തമായിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റികളില്ല. ആ കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ സിവിക്കറിയാലോ, കാക്കനാട് അവിടെ ഉള്ള കമ്മ്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ ഏതോ ജാമ്പവാന്റെ കാലത്തുണ്ടാക്കിയ സാധനമാണ്. അതൊക്കെ പൊളിച്ചിട്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ കിടപ്പുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ അതേപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും മോശം നിൽക്കുന്ന മാലിന്യങ്ങൾ കുന്നുകൂടാനിടയുള്ള സ്ഥലം തന്നെയാണ്. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വള്ളത്തോൾ ജംഗ്ഷൻ കഴിഞ്ഞാൽ കൈപ്പടമോകൾ തൊട്ട് തോഷിബ ജംഗ്ഷൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും മാലിന്യ കുന്നുകളായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഓരോ വാട്ടർ ബോട്ടിലൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു രീതിയിലുള്ള സാധനം വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് കുറേയൊക്കെ കുടുംബശ്രീ. പക്ഷേ കൃത്യമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല. കൃത്യമായിട്ടുള്ള കുടിവെള്ള
വിതരണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റൊക്കെ രാവിലെ 10 മണിക്കും 11 മണിക്കും കത്തിക്കൊണ്ട് കിടക്കും, വൈകിട്ട് 3 മണി 4 മണി ആകുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കും. തുടങ്ങിയിട്ടുള്ള എനർജിയൊക്കെ അങ്ങ് വെറുതെ നശിപ്പിച്ച് കളയുകയാണ്. ഒരു കെടുകാര്യസ്ഥതയുടെ കേന്ദ്രമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി മാറിയിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഏറ്റവും അധികം റവന്യൂ കിട്ടുന്ന, കോർപ്പറേഷനുകൾക്ക് സമാനമായ രീതിയിൽ റവന്യൂ കിട്ടുന്ന ഒരു, പിന്നെ പല സ്ഥലത്തും അറിയാം പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ട് വേണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ. പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും നേരെ തിരിച്ച് ഓൺ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റികൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള റവന്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആകെ കൂടെ ഇപ്പം ചിറ്റലപ്പള്ളി സ്ക്വയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകണമെങ്കിൽ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റിന് പറ്റിയിട്ടുള്ള പ്ലേസ് പോലും ഇത്രയും സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അത് മനോഹരമായിട്ട് ഉപയോഗിക്കുന്നില്ല. ആകെ അവിടെ മാവേലിപുരത്ത് ഒരു ചെറിയ കുഞ്ഞു സാധനം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കി എത്രയോ സ്ഥലങ്ങളുണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ തൃക്കാക്കര മുനിസിപ്പൽ സ്റ്റേഡിയം സിവിക്കറിയാലോ, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, ഒരു ഹിൽ ടോപ്പിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് സ്റ്റേഡിയം പിന്നെ നിർമ്മാണം നടത്തിയിട്ട് അതിനടിയിലാണ് ഇപ്പം നമ്മുടെ കോടതി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ 4 ഭാഗത്തും ഈ സ്റ്റേഡിയം പണിയാൻ പറ്റുന്നുള്ള സ്പേസ് ഉണ്ട്. അതുമല്ല അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ കുന്ന് ചെരിഞ്ഞ് അങ്ങനെ കിടക്കുന്ന ഭാഗത്തും മുഴുവൻ, അതായത് ഇത്രയും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല ഏത് ചൂട് കാലത്തും നമുക്ക് വൈകിട്ട് 6 മണിക്ക് ശേഷം അവിടെ പോയിട്ടിരിക്കാൻ പറ്റും. ഇഷ്ടംപോലെ കാറ്റ് കിട്ടും. അങ്ങനെ ഹിൽ ടോപ്പിലാണ്. അങ്ങനെയുള്ള സംവിധാനം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇപ്പം സ്റ്റേഡിയം പണിയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ കോടതിക്ക് വാടകയ്ക്ക് കൊടുത്തു കൂട്ടിക്കോ, ബാക്കിയുള്ള 3 ഭാഗത്തും മറ്റ് പല ഫെസിലിറ്റികൾ, പൊതു ആരോഗ്യ കേന്ദ്രം, കുറച്ചുകൂടി അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാം. ചെറിയ ചെറിയ പഞ്ചായത്തുകളിൽ വരെ ഇന്നത്തെ കാലത്ത് ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. പറയുമ്പോൾ ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ കളമശ്ശേരി പോയാൽ മെഡിക്കൽ കോളേജ് ഇല്ലെന്ന് വയ്ക്കാം, പക്ഷെ അവിടെയൊക്കെ ആളുകളുടെ തിരക്കുണ്ട്, അതുകൊണ്ട് ക്യൂ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഇത്രയധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ബാക്കി 3 ഭാഗത്തും കൂടെ സ്റ്റേഡിയം കിട്ടുകയാണെങ്കിൽ സ്റ്റേഡിയവും ഒക്കെയായി ആളുകൾക്ക് വൈകുന്നേരം വന്നിരിക്കാൻ പറ്റുന്ന, ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന, സ്വറവ് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടിരിക്കുക. കളി കളിക്കുന്നവർ കളിക്കട്ടെ. ബാക്കി അതിൻ്റെ താഴെയുള്ള വരുന്ന ബിൽഡിംഗ് ഏരിയ ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് ഏരിയ എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. ഇത്തരത്തിലുള്ള പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആയുർവേദിക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. നിലവിലുള്ള കമ്മ്യൂണിറ്റികൾ പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ലിഫ്റ്റുള്ള വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ഫ്ലോറിലും ഓരോ സർവീസ് കേന്ദ്രങ്ങളും തുടങ്ങാൻ പറ്റും. ലിഫ്റ്റ് വേണം ഇന്നത്തെ കാലത്ത്. കാരണം മുട്ടിന് വേദനയുള്ളവരുണ്ടാവും, ബാക്കിയുള്ളവരുണ്ടാവും. 4-5 നില കെട്ടിടം സ്റ്റെപ്പ് കയറി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവിടെയൊക്കെ വളരെ വിഷണറി ആയിട്ടുള്ള രീതിയിൽ അതിനുള്ള ഫണ്ട് ഓൺ ഫണ്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവർക്ക്. അതുമാത്രമല്ല അവിടെയൊക്കെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സുകളും സ്കോപ്പുണ്ട് അവിടെ. കാരണം ഇപ്പം ആ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡ് അവിടെ ഇല്ല. ഉള്ള ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ഓഫീസിൽ ഇപ്പുറത്ത് അത് ചത്ത് കിടക്കുക. അവിടെ ഒന്നും ഇല്ല. അവിടെ ഇപ്പോൾ സ്ക്രാപ്പ് യാർഡ് പോലെയാണ് അവിടെ കിടക്കുന്നത്. ഇപ്പൊ ബസ്സുകളെല്ലാം പോയിട്ട് അവിടെ റോഡിലാണ്. മുനിസിപ്പൽ ഓഫീസിന് തൊട്ട് പിറകുവശത്താണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അതെ, അവിടെ ബസ്സൊന്നും സ്റ്റാൻഡിനകത്ത് എൻ്റർ ചെയ്യുന്നേ ഇല്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് രാത്രിയിലൊന്നും കൊണ്ടുവന്നിട്ട് അത് പിന്നെ രാത്രി കൊണ്ടു നിർത്താനുള്ള യാർഡെന്നുള്ള രീതിയിലേക്കാണ്. ബസ് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. ബസ് കയറാൻ ആൾക്കാർ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ആ റോഡിലാണ് നിൽക്കുന്നത്. ആലുവയ്ക്കോ പെരുമ്പാപ്പൂരോട്ടൊക്കെ പോകാനുള്ളവരൊക്കെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ട് പോകാനുള്ളവർ നിൽക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മറ്റിടത്ത് ബസ് സ്റ്റാൻഡ് ഇല്ല. ഈ കളക്ട്രേറ്റിനോട് ചേർന്നിട്ടാണ് അവിടെയാണ് ബസ്സുകൾ ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരം കാത്തിരിക്കുന്നത്. അവിടെ ആണെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇല്ല. അവിടെ ബസ് സ്റ്റാൻഡ് വേണമെന്നുമില്ല. പക്ഷേ അവിടെ ഒത്തിരി സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളിയെപ്പോലെ അല്ലെങ്കിൽ കളമശ്ശേരിയെപ്പോലെയൊക്കെ അവിടെ ഒരു ടൗൺഷിപ്പിനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന്, മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് നമ്മൾ കളക്ട്രേറ്റിന് അങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പിന്നെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസിൻ്റെ നമ്മുടെ ടോമി തച്ചങ്കരിയൊക്കെ തലപ്പത്തിരുന്ന ഗവൺമെൻറ്റിൻ്റെ സ്ഥലം, അവങ്ങനെ ഒത്തിരി കിടപ്പുണ്ട്. അതിൽ പിന്നെ ഇവർക്ക് തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷേ റൈറ്റ് സൈഡ് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ മാലിന്യ കുഴിയാണ് മൊത്തം. എൻ്റെ അഭിപ്രായത്തിൽ 10,000 പന്നികളെ കൊണ്ടൊന്ന് വളർത്താൻ പറ്റും അവിടെ അല്ല, അത്രയും മാലിന്യങ്ങളാണ് അവിടെ വരുന്നത്. കൈപ്പട മുകളിൽ തൊട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കുണ്ടാകുന്ന അതേ പ്രശ്നം തന്നെയാണ് അവിടെ ഒക്കെ ഉള്ളത് എല്ലാ സ്ഥലത്തും. NGO ക്വാർട്ടേഴ്സിൻ്റെ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലോ, ഒരു മുകൾ മസ്ജിദിൻ്റെ അവിടുന്ന് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 2 സൈഡും ബേസിലാണുള്ള സ്ഥലമാണ്. ആ ഒഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോഴൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അനുബന്ധ കെട്ടിടങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ രാസലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് തൃക്കാക്കര എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാക്കനാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ. പിന്നെ ഡാൻസ് ആപ്പിനും അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സൈസ് വകുപ്പിനും ഒക്കെ ഒരുപാട് പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് പലയിടത്തും കയറി അങ്ങനെ എൻക്വയറി നടത്താൻ പറ്റുന്നില്ല. കാരണം പ്രത്യേകിച്ചും വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ്. VIP-കളാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നവർ. തോന്നുമ്പോൾ കയറിയിട്ട് കയറുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പിടിക്കാൻ പറ്റണം. അതിനൊക്കെയുള്ള പരിമിതികളുണ്ട്. പക്ഷെ കിട്ടുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് അഡിക്ഷൻ സെൻ്ററുകൾ പോലും തുടങ്ങാൻ പറ്റുന്ന മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടും ആവശ്യമില്ല. തന്നെത്താൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. വയോജന കേന്ദ്രം തുടങ്ങാം, പിന്നെ അനാഥരായ ആളുകളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാം, പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ കോച്ചിങ് സെൻ്ററുകൾ തുടങ്ങാം. എന്നൊക്കെ പറ്റുന്ന ബിൽഡിംഗ്
ഒരു സംശയം ഉണ്ടാക്കിയാൽ മതി. അതിനൊക്കെ ഉള്ള ഫണ്ട് ഒരിടത്തുണ്ട്. ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞത് വൃത്തിയായിട്ട് ഒന്ന് സൂക്ഷിക്കുക, അതിനകത്ത് വൃത്തിയും പിടിപ്പും ഉണ്ടാക്കുക. ശുചീകരണ തൊഴിലാളികൾ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അവർക്കും ഇവരുടെ ഓൺ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ട് താൽക്കാലിക തൊഴിലാളികളെ നിർത്താൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അപ്പം കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. CPM കൗൺസിലേഴ്സ് ഉണ്ട്, നിലവിൽ പിന്നെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുനിസിപ്പൽ ചെയർപേഴ്സന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുക. വേണ്ട, ഓണത്തിന് സമ്മാനം കൊടുത്തൊരു കഥയുണ്ട്. ഓണത്തിന് കൗൺസിലർമാർക്ക് പണക്കിഴി കൊടുത്ത്. അങ്ങനെ പിന്നെ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി. എല്ലാവർക്കും ഓണത്തിന് സംഭാവന. അത് സ്പോൺസർ ഏതോ കോൺട്രാക്ടർ ആയിരുന്നു തോന്നുന്നു. 1 ലക്ഷം രൂപ വെച്ച് കണ്ടല്ലോ. അങ്ങനെ എന്തോ എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മാറി മാറി വരുന്നത് അല്പന്മാരും അല്പത്തിമാരുമായിട്ടുള്ള ആൾക്കാരാണ്. ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണെന്ന് കാണുമ്പം MLA ഉമാ തോമസ് എത്രയോ സിമ്പിളായിട്ട് നടക്കുന്നത്, പാവം. ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഓരോ കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട്. ഉമാ തോമസ് ഒന്നും പിന്നെ ഇവരുടെ ഇതിനകത്ത് മാലിന്യക്കുഴിയിൽ കൈയിട്ട് ഇടപെടാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എറണാകുളം DCC ഇവരെ ഒഴിവാക്കിയ പറ്റില്ല. ഷിയാസ് പോലും ഇടപെടാൻ പോകുന്നില്ല തോന്നുന്നു. ലീഗ് ഇവിടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. UDF-നകത്ത് ഭയങ്കര പ്രശ്നമാണ്. LDF ഉണ്ട് സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ. പക്ഷേ UDF ആണ് ഭരിക്കുന്നവരെന്നുള്ള രീതിയിൽ അവരുടെ ഇടയിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് LDF ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഒരു കുറച്ച് സ്വതന്ത്രന്മാർ ജയിക്കും. അത് കോൺഗ്രസ് വിമതന്മാരും അല്ലാത്തവരൊക്കെ ആയിട്ടായിരിക്കും. ഇവരുടെ കയ്യിലാണ് ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റി നിയന്ത്രണം ഇവരുടെ കയ്യിലാണ്. പിന്നെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോബിയിങ്, ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള കളി, ബിൽഡിംഗ് ടാക്സ് മര്യാദയ്ക്ക് തിരിച്ചെടുക്കുന്നില്ല, കച്ചവട സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്നതിനകത്തുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞു എന്നിട്ടോ ഇവർ ആവശ്യമില്ലാതെ ആ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ നടുക്ക് നല്ല വീതി ഉണ്ടല്ലോ, പ്രത്യേകിച്ചും മുനിസിപ്പൽ ഓഫീസിൻ്റെ അവിടെ തൊട്ട് ഏകദേശം പിന്നെ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറം വരെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ ഒളിമുൾ മസ്ജിദ് വരെയുള്ളതൊക്കെ അവിടെയൊക്കെ ഓരോ ചെറിയ കുഞ്ഞു തട്ടുകടയും കൊണ്ട് നിന്നിരുന്ന ആൾക്കാരുണ്ട്. റോഡിൻ്റെ നടുക്ക് നല്ല വീതിയുണ്ട് അവിടെ. അത് റോഡായിട്ട് യൂസ് ചെയ്യുന്നില്ല പാസ്സായിട്ട്. അവരെല്ലാം പോയി ബുദ്ധിമുട്ടിക്കുകയും പൊളിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ അനധികൃതമായിട്ട് മറ്റു പല നിർമ്മിതികളും നടന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പിന്നെ വള്ളത്തോൾ ജംഗ്ഷനിൽ അവിടെ ടവർ ഓഫ് ഫെയ്ത്ത്, ഹോളി ഫെയ്ത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്ത് പാടം നികത്തിയിട്ടാണ്. അതൊരു മസ്ജിദിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. പക്കാ പാടം നികത്തി അവിടെ പിന്നെ താൽക്കാലിക ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം തുടങ്ങി. ഇത് ഇവരെ കൺമുമ്പിലല്ലേ നടക്കുന്നത്. അത് മസ്ജിദിന്റെ ആണെങ്കിലും ചർച്ചിന്റെ ആണെങ്കിലും ടെമ്പിളിന്റെ ആണെങ്കിലും ശരികേട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമപരമായിട്ട് ഇടപെടണ്ടേ? കാരണം അതൊക്കെ പിന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണത്. 2008 പിന്നെ നീർത്തല നിയമപ്രകാരം നികത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ് നികത്തുന്നത്. അപ്പം എന്ത് തോന്നിയാസവും കാണിക്കുന്ന ഇത്രയധികം. ഞാൻ പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും തൃക്കാക്കര മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോട് കൂട്ടിച്ചേർക്കണം വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കൊച്ചി കോർപ്പറേഷനോട് കൂട്ടിച്ചേർക്കണം. കാരണം അതിൻ്റെ ഹൃദയഭാഗം ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുള്ള കളക്ട്രേറ്റ് ഇവിടെയാണ്, ബാക്കിയുള്ള സംവിധാനങ്ങൾ ഇവിടെയാണ്, മെട്രോ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇൻഫോ പാർക്ക് ഇവിടെയാണെന്നൊക്കെ നമ്മൾ പറയുമ്പം ഇത് കോർപ്പറേഷനിലേക്ക് ലിക്വിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കോർപ്പറേഷനിലേക്ക് ലിക്വിഡേറ്റ് ചെയ്താൽ തൊട്ടപ്പുറത്ത് ആലുവ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് ഇങ്ങനെ ഇത്രയും വലിയ ആക്ഷേപമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ജബി മേത്ര രാജ്യസഭാ അംഗം അവർ വരെ അവിടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ ഇരിക്കുന്നത്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് ഇത്രയും ആക്ഷേപമില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ കുറച്ചൊക്കെ തരികിടയൊക്കെ ഉണ്ടാവുന്നതിന് കുറ്റം പറയത്തില്ല, ഞാനൊരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർക്കോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർക്കോ ഒക്കെ കൊടുക്കുന്ന വേതനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഒരു പണിയില്ല, ചുമ്മാ ആരും ഒന്നും ചോദിക്കത്തില്ല. ഇത് ഒരു വീടിന് 10 അപേക്ഷകർ കാണും, ആകെ 2 എണ്ണം കാണുമോ, കിട്ടാത്ത 8 പേരെ തെറിവിളിയും കേൾക്കണം. വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ള, സ്കൂട്ടറിന് പോയാൽ പോലെ എണ്ണ അടിക്കാനുള്ള പൈസ മാസം കിട്ടുന്നില്ല. അവരുടെ അലവൻസുകൾ വേണ്ടത്രയില്ല. അതുകൊണ്ട് അവർ ചിലപ്പോൾ ചില വർക്കുകൾക്കകത്തൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വല്ല 5000 10,000 ഒക്കെ ആരെങ്കിലും എടുത്തൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. അത് മേടിച്ചോട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് കാര്യങ്ങൾ നടന്നുകൊള്ളല്ലോ. പക്ഷേ മുനിസിപ്പാലിറ്റി നടക്കുന്ന ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം ഞാനിപ്പോൾ ഈ CPM ഇന്നിപ്പോൾ എന്തോ ഇവിടെ വളയാൻ വേണ്ടി പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റി വളയാൻ മുമ്പ് അങ്ങനെ എന്തോ ഒരു ഉപരോധിക്കുക, അങ്ങനെ ഒരു സമരമുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലഘുലേഖ നമ്മുടെ കൈവശം കിട്ടുന്നത്. അപ്പോൾ ആ കൈവശം കിട്ടിയ ലഘുലേഖയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ സമീപ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ അവർ ഇറക്കിയിട്ടുള്ള, നമ്മൾ സാധാരണഗതിയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ സമീപകാലത്ത് ഞാൻ CPM ഒക്കെ വിട്ടതിന് ശേഷം CPM-ന്റെ ഒരു ലഘുലേഖയ്ക്കകത്ത് തെറ്റില്ലാത്തൊരു സാധനം ഞാൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് പറഞ്ഞാൽ അവർ പിന്നെ കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റിനകത്ത് ഒന്നും ഒഴിവാക്കാനില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, സമരത്തിന് പോകുമ്പോൾ രാത്രി സമരമൊക്കെ ആണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഇടാതെ പോകണം. കാരണം ഇപ്പോൾ കൂടെയുള്ള സഖാക്കൾ തന്നെ മാല പൊട്ടിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റി പോലെയുള്ള ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു കെടുകാര്യസ്ഥതയുള്ള ഒരു മുനിസിപ്പാലിറ്റി ഇന്ന് കേരളത്തിൽ വേറൊന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ മറ്റേ ഈ ഗ്രാമ പഞ്ചായത്തുകളിലൊക്കെ ചിലപ്പോൾ നടക്കുന്ന പോലെയുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിനെതിരെ ഇപ്പോഴെങ്കിലും ഇത്ര വൈകിയെങ്കിലും ഇലക്ഷൻ മുമ്പിൽ കണ്ടിട്ടാണെങ്കിലും പ്രതികരിക്കാൻ പിന്നെ തയ്യാറായിട്ടുള്ള പ്രതിപക്ഷത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇവിടുത്തെ താമസക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കല്ല.